ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. നന്ദൂട്ടന് ഇന്ന് എക്സാം ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ താഴേക്ക് എണീറ്റ് വന്നപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടല്ലേ മേഘം കാണാനൊക്കെ. ഇനി നന്ദൂട്ടനെ വിളിക്കണം പോയിട്ട്. പാള ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കൂടി കിടക്കട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി കിടന്ന് ഉറങ്ങിപ്പോവും, വേഗം നോക്ക് വന്നിട്ട് ഉറങ്ങാമെന്നൊക്കെ പറയാം. ഞാനും മറക്കുവാനോ വിളിക്കും, എനിക്ക് പണികളുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്യാൻ പോയി. അങ്ങനെ നടന്ന് ബ്രഷ് ചെയ്തിട്ടോ. അങ്ങനെ നടന്ന് ബ്രഷ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അപ്പുറത്ത് ഇങ്ങനെ മരങ്ങളൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി മെല്ലെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ ഭിത്തിയിലൊരു കണ്ണാടി ഉണ്ട്. ഞാനതിൽ നോക്കി നിന്നിട്ട് പല്ലേക്ക് കേട്ടോ. വെറുതെ ഒരു രസം, പല്ലൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് ഡെയിലി കാണാമല്ലോ. പിന്നെ മുഖമൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ, പല്ല തേച്ച് മുഖം കഴുകിയാൽ തന്നെ കുറച്ച് ഉഷാറാവില്ല നമ്മൾ. സാധാരണ 5:30 എനിക്കാണെങ്കിൽ അവിടെ അമ്പലത്തിലെ പാട്ടും എല്ലാം കൂടി ആകുമ്പോൾ നല്ല വൈബാവും കേട്ടോ. അപ്പോൾ മുഖമൊക്കെ കഴുകി സൂപ്പറായി. ചില ദിവസം ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് വന്നു. ഇനി കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുട്ടികൾക്ക് രാവിലെ എണീറ്റ് വന്നതിന് കുടിക്കാൻ വെള്ളം വയ്ക്കും കേട്ടോ. ഇനി ചായ വെക്കണം. അപ്പം 1-ാം തീയതി അല്ലേ, അപ്പോൾ രാവിലെ കുളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നന്ദൂട്ടന് എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമുള്ള ദിവസം കുളിക്കലും എല്ലാം കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കൂടി നടക്കുമെന്ന് അറിയില്ല. പറ്റുകയാണെങ്കിൽ നേരത്തെ കുളിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഞാൻ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു, ചായ ഉണ്ടാക്കാം കേട്ടോ. ഇന്നലെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങാൻ വെക്കണം. അന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസും പുട്ടും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും വെച്ചാൽ എനിക്കും നന്ദൂനും ശ്രീക്കും കേട്ടോ. ബാക്കി ആർക്കും ഗ്രീൻ പീസ് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഗ്രീൻ പീസിൽ സവോള നോക്കിയിട്ടിട്ടാണ് വേവിക്കുക കേട്ടോ. ഒരു സവോള എടുത്തിട്ട് പകുതി ഇടുള്ളൂ ഞാൻ. അപ്പോൾ അതിനുള്ള ഗ്രീൻ പീസേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ പകുതി ഞാൻ എന്ത് ചെയ്യും, ഇത് ഗ്രീൻ പീസ് ആയി കഴിഞ്ഞിട്ടേ ഉള്ളിയും തക്കാളിയും കൂടി നല്ലോണം വഴറ്റിയെടുക്കും. എന്നിട്ട് ഞാൻ മസാലയൊക്കെ ഇട്ടിട്ട് അതിലേക്കാണ് ഗ്രീൻ പീസ് കറി ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥലം ഒഴിവാക്കുകയാണ്, വെള്ളം തിളപ്പിച്ചത് ഇറക്കി വയ്ക്കാൻ. എന്നിട്ട് വേണം നമ്മുടെ കുക്കർ അവിടെ പ്രതിഷ്ഠിക്കാൻ. അപ്പോഴേക്കും പുട്ടിൻ്റെ പൊടിയൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോഴേക്കും പാലൊക്കെ ഒന്ന് ശരിയാവട്ടെ. തിളച്ച് വന്നിട്ട് അപ്പോൾ നമുക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കാം. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല കടുപ്പം വേണം കേട്ടോ. എനിക്ക് അത്ര കടുപ്പം എനിക്കിഷ്ടമില്ല. ഞാൻ അങ്ങനെ കൂട്ടിയും കുറച്ചും ഇങ്ങനെ തിളപ്പിക്കും കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണൊക്കെ എടുത്ത് ഇങ്ങനെ ഇറക്കി ഒന്ന് കടുപ്പൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ വേറൊരു പാത്രം എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് അരിച്ചൊഴിക്കും. എന്നിട്ട് വേറെ പാത്രം ഇനി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പാത്രം തന്നെ ഞാൻ ഒന്നും കൂടി കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ലോണം ആറ്റിട്ടു. എന്നാലേ ആ ചായക്ക് ഒരു സ്വാദം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ കുറച്ച് അവിടെ പോയി. ഇങ്ങനെ അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഭ്രാന്ത് വരിക കേട്ടോ. പണിയുടെ ഇടയിൽ പണി വരുമ്പോൾ പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി നമുക്ക് എന്തുണ്ടാക്കാം, പുട്ടിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ പുട്ടുപൊടി ഇതാണ് കേട്ടോ. പുട്ടുപൊടി എനിക്ക് കറക്റ്റ് അളവൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇടും. ചിലപ്പോൾ കൂടും നല്ലോണം, ചിലപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് വീണ്ടും നനച്ചുണ്ടാക്കും കേട്ടോ. ഇവിടെ അമ്മയൊക്കെ ഉണ്ടാക്കിയ കറക്റ്റ് ചില ദിവസമൊക്കെ കറക്റ്റ്, എന്നാലും കറക്റ്റ് ഇപ്പോൾ പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുട്ടിനുള്ള പൊടിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇനി എന്ത് വേണം, നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ചായ കുടിക്കാൻ നമുക്ക് പോവാം.
അപ്പോൾ ഞങ്ങളിവിടെ അടുക്കള ഭാഗം ഒരു ഓപ്പണാണ് കേട്ടോ. അടുക്കളയല്ല, അടുക്കളയുടെ സൈഡ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുക കേട്ടോ. ഒരു നല്ല സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. എനിക്ക് നല്ല ഇഷ്ടം ചായ കുടിക്കുക അവിടെ ഇരുന്നിട്ട് രാവിലത്തെ നേരത്തോ. അങ്ങനെ പുറത്തിരുന്ന് കിളികളുടെ സൗണ്ടും ഇത് കുറേ അമ്പലത്തിലെ പാട്ട്. കുറച്ചുകൂടി നേരത്തെ എനിക്കാണെങ്കിൽ ഒരു 5:30 മണിക്കൊക്കെ എനിക്ക് അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാട്ടോ, പ്രത്യേക എന്താ പറയുക, നമ്മുടെ മനസ്സിനൊരു ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും ആ സമയത്തൊക്കെ. അപ്പോൾ 2 പ്രാവുകൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റില്ല. എന്നും വരും 2 പ്രാവുകൾ കേട്ടോ, എന്തെങ്കിലുമൊക്കെ കൊത്തി തിന്നെ. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് കുളിക്കണോ വേണ്ടതെന്നാണ് കേട്ടോ. സമയം ഉണ്ടാവും അങ്ങനെയൊക്കെ ആലോചിക്കരുത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് എണ്ണയൊക്കെ എടുത്ത് തേച്ച് വന്നു. ഇപ്പോൾ മുടിയൊക്കെ ഫുള്ള് നിറച്ചു ഗൈസ്, പൈസത്തിയായി. കുളിച്ച് വരുമ്പോഴേക്കും നന്ദുട്ടൻ ഒക്കെ നോക്കിയൊക്കെ ഇറങ്ങി വന്നു കേട്ടോ, പഠിച്ചതൊക്കെ. അപ്പോൾ അവൻ ബ്രഷ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ ശീക്കുമണി പിന്നാലെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ നല്ല മൂഡിലാണ്, ചിരിച്ച് കളിച്ചിട്ടൊക്കെ. കുഴപ്പമൊന്നുമില്ല. എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ, വലിയ കുഴപ്പമില്ല, നല്ല സ്വഭാവമാണെങ്കിൽ. ഇപ്പം ഉമ്മയൊക്കെ തരുന്നുണ്ട്. പിന്നെ അവളുടെ കൈ ഇങ്ങനെ എടുത്തിട്ട് മൈലാഞ്ചി കേട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പെൺകുട്ടികളല്ലേ, അപ്പം അതിൻ്റേതായ സ്വഭാവം കാട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇനി എന്താ പറയുക, നമുക്ക് തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. തേങ്ങയുണ്ട്, പക്ഷെ അത് പൊളിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഏട്ടനോടൊന്ന് പൊളിച്ച് തരാൻ പറഞ്ഞിട്ട് അത് പൊളിച്ചു. അപ്പോൾ ഇനി ആ തേങ്ങയൊക്കെ ചിരകിയിട്ട് വേണം നമുക്ക് പുട്ടുണ്ടാക്കണമെങ്കിൽ. അപ്പോൾ തേങ്ങാ വെള്ളം ഇങ്ങനെ കുടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ വെറും വയറ്റിൽ തേങ്ങാ വെള്ളം കുടിച്ചാൽ നല്ല എനർജി ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനർജി ഉണ്ടാവട്ടെ അല്ലേ, പിള്ളേരെ കൂടെ ഓടേണ്ടതല്ലേ. അപ്പം അങ്ങനെ തേങ്ങ ചിരകാൻ വന്നിരുന്നപ്പോൾ ഇതൊക്കെ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഏട്ടനും അമ്മയൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ, കളിയൊക്കെ ചിരിക്കുകയാണ്. കളിയൊക്കെ അല്ല, ഇങ്ങനെ ചിരിക്കുകയാണ് അവർ. ഇതൊക്കെ വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇടാനാണ് അമ്മയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ എന്ത് പറയുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഇത് എന്താ പറയുക, നിരുത്സാഹപ്പെടുത്താൻ കുറേ ആൾക്കാരുണ്ടാവും. ഈ എന്ത് കണ്ടിട്ടാണ് ചെയ്യണേ, അങ്ങനെ ഇങ്ങനെ, ഒരു ലൈക്കില്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇപ്പോൾ വലിയ സെലിബ്രിറ്റീസൊന്നും അല്ലല്ലോ, നമുക്ക് ഇടുമ്പോഴേക്കും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവുണ്ടാവും, എല്ലാ പ്രതീക്ഷയല്ലേ. അപ്പോൾ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടോ. അത് നന്ദുവിന് കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ചെവി വേദന കാരണം തല കുളിപ്പിക്കുന്നില്ല. അങ്ങനെ ഞാൻ പോയി കുറച്ച് കുട്ടിയൊക്കെ ഇട്ട് വന്നു. ഇത് എന്താ പറയുക, നമ്മുടെ അരിപ്പൊടി ഒക്കെ അങ്ങോട്ട് ബബ്ബ വരും കേട്ടോ. അരിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അത് പുട്ട ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തട്ടിമുട്ടി സീരിയലിലെ മീനാക്ഷി പറയണ പോലെ ഇനിയൊരു കോല് കൊണ്ടൊരു കുത്തു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അത് റെഡിയായി. ഞാനാണ് ചായ കുടിച്ചത്, ഞാനാണ് പാപ്പ കുടിച്ചത്, ഞാനാണ് കുട്ടിക്കച്ചത്, എൻ്റെ കാര്യം നമ്മുടെ നന്ദൂട്ട റെഡി ആയിട്ടൊക്കെ വരിക കേട്ടോ. എന്നും അതെ വാസി പോകുമ്പോൾ ഷൂവും പൊക്കി പിടിച്ച് വരും കേട്ടോ. അത് പോവാൻ ഒരു 5 മിനിറ്റോളപ്പോൾ ഷൂ ഒക്കെ ഇടാൻ നിൽക്കുക. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. പുതിയത് ഞങ്ങൾ കൊടുക്കണില്ല, കാരണം അവൻ പോയിട്ട് വരുമ്പോഴേക്കും അത് കച്ചറയാക്കി നാശാക്കി കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ അവിടെ കിടന്ന് ചീത്ത പറയുക, വണ്ടി വരാറായി, ഇനിയിപ്പോൾ അത് ഇടാനും നേരമൊന്നുമില്ല, ചെരുപ്പ് ഇട്ടിട്ട് പോയാൽ മതി എന്നൊക്കെ അവനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഷൂ തന്നെ ഇടണം. എന്നിട്ട് ഏട്ടൻ അവിടെ കിടന്ന് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ ആൻറ്റി അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ആൻറ്റി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആളെ നോക്കുകയാണ്.
അപ്പോൾ ഇതാണ് ആൻറ്റി. ആൻറ്റി ഞാൻ ചേച്ചീന്ന് കേട്ടോ വിളിക്കുന്നത്, അവളുടെ ആൻറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഒതുക്കാനും പിടിക്കാനൊക്കെ വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഷൂവിനോടുള്ള മല്ലുപിടുത്തൊക്കെ കഴിഞ്ഞ് നമ്പ് ചെരുപ്പിട്ടിട്ടായിട്ട് പോയിട്ടോ. ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞു. ഇപ്പോൾ വണ്ടി ചേട്ടൻ വരും, അപ്പോൾ ഓട്ടോയിൽ അങ്ങനെ കയറി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. നന്ദുട്ടൻ പോയി, ഞാൻ പോയി സ്കൂളിലേക്ക്. ഇന്ന് എക്സാമാണ്, അപ്പോൾ നേരത്തെ പോയി. നമ്മുടെ സീക്കുമണി ഇവിടെ ഇരുന്ന് ടി വി ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.